ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 9-10 ആയത്തുകൾ. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. അല്ലാഹുവേയും വിശ്വാസികളെയും കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണവർ. എന്നാൽ സ്വന്തത്തെയല്ലാതെ അവർ വഞ്ചിക്കുന്നില്ല, അവർക്കത് മനസ്സിലാകുന്നുമില്ല. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. അവരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ഒരു രോഗമുണ്ട്, അതിനാൽ അല്ലാഹു അവർക്ക് ദീനം വർദ്ധിപ്പിക്കുന്നു. നോവേറിയ ശിക്ഷയും അവർക്കുണ്ട്, അവർ കള്ളം പറയുന്നതിനാൽ. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. ഇവിടെ ഇല്ല എന്നുള്ള ഒരു മദ്ദുണ്ട്, ജായിസായിട്ടുള്ള മദ്ദാണ്. അൻഫുസഹും എന്നൊരു ഇഖ്ഫാഇൻ്റെ നിയമവും നമുക്ക് കാണാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങളാണ്. അവസാനം യശ്ഉറൂൻ എന്നുള്ളത് നേരത്തെ കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ 2, 4, 6 ഹർക്കത്തിൻ്റെ അളവിൽ നമുക്ക് നീട്ടാവുന്നതാണ്. അതിൻ്റെ പേര് മദ്ദു ആരിദ് എന്നാണ്. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. في قلوبهم مرض فزادهم الله مرضا. في قلوبهم مرض എന്നുള്ളിടത്ത് മണിച്ചു കൊണ്ടോതേണ്ടതുണ്ട്, അത് ഇദ്ഗാമാണ്. അതുപോലെ തന്നെ മറദുൻ ഫസാദ എന്നുള്ളിടത്ത് ഇഖ്ഫ ആണ്, മറച്ച് മണിച്ച് ഓതുക. മറദൻ വലഹും എന്നുള്ളത് കൂട്ടി ഓതുന്നുണ്ടെങ്കിൽ മറദൻ വലഹും എന്നത് മറദൻ വലഹും എന്നാവും. വാവിലേക്ക് കൂട്ടി ലയിപ്പിച്ച് 2 ഹർക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ടാണ് അതിനെ ഓതേണ്ടത്. അദാബുൻ അലീം എന്ന് പറയുന്നിടത്ത് അദാബുൻ ഇൽഹാറായിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് അതിനെ ഓതേണ്ടതുണ്ട്. അലീമും ബിമ എന്ന് പറയുന്നിടത്ത് ഇഖ്ലാബാണ്, അങ്ങനെ മാറ്റിമറിച്ചുകൊണ്ട് ഓതണം. ബിമാ കാനൂ യക്ദിബൂൻ. യക്ദിബൂൻ എന്ന അവസാനം 2, 4, 6 ഹർക്കത്തിൻ്റെ അളവിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ പറഞ്ഞതുപോലെ നീട്ടാവുന്നതാണ്. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. അല്ലാഹുവേയും വിശ്വാസികളെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണവർ. എന്നാൽ സ്വന്തത്തെയല്ലാതെ അവർ വഞ്ചിക്കുന്നില്ല, അവർക്കത് മനസ്സിലാകുന്നുമില്ല. അവരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ഒരു രോഗമുണ്ട്, അതിനാൽ അല്ലാഹു അവർക്ക് ദീനം വർദ്ധിപ്പിക്കുന്നു. നോവേറിയ ശിക്ഷയും അവർക്കുണ്ട്, അവർ കള്ളം പറയുന്നതിനാൽ. തങ്ങളുടെ ഇരട്ടമുഖം ആർക്കും മനസ്സിലാകുകയില്ലെന്ന് കരുതി നാടകം കളിക്കുന്ന കപടന്മാർ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെയോ സത്യവിശ്വാസികളെയോ അല്ല വഞ്ചിക്കുന്നത്, സ്വന്തത്തെ തന്നെയാണെന്ന വസ്തുത വ്യക്തമാക്കുകയാണിവിടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിക്കാനാണ് അവർ ഒന്നാമതായി ആഗ്രഹിക്കുന്നത്. അതുമൂലം വിശ്വാസികളെയും കബളിപ്പിക്കാമെന്ന് അവർ കരുതുന്നു. പിന്നെ എന്തേ ഈ വചനത്തിൽ ദൈവദൂതനെ ഒഴിവാക്കിയത്? അല്ലാഹുവിൽ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ആരും അവർക്ക് അല്ലാഹുവെ വഞ്ചിക്കാൻ കഴിയുമെന്ന് കരുതുകയില്ല. എന്നിട്ടും എന്തേ അല്ലാഹുവിനെയാണ് അവർ കബളിപ്പിക്കുന്നത് എന്ന് ഈ വചനത്തിൽ പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിക്കുകയെന്നാൽ യഥാർത്ഥത്തിൽ അല്ലാഹുവെ കബളിപ്പിക്കുകയാണെന്ന് ഇവിടെ അല്ലാഹു പറയാതെ പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെത്തി തങ്ങൾ വിശ്വാസികളാണെന്ന് ആണയിടുന്ന
കപടന്മാരെക്കുറിച്ചും അവരുടെ വഞ്ചനാരൂപങ്ങളെക്കുറിച്ചും സൂറത്തുൽ മുനാഫിഖൂനിൻ്റെ 63-ാം അധ്യായത്തിൽ അതിൻ്റെ തുടക്കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകന്റെ മുന്നിലാണ് അദ്ദേഹത്തെ കബളിപ്പിക്കാമെന്ന് കരുതി അവർ നാടകം കളിക്കുന്നതെന്ന് ആ വചനങ്ങളിൽ നിന്ന് മനസ്സിലാവും. നബിയെ പരാമർശിക്കാതെ അള്ളാഹുവെ വഞ്ചിക്കാമെന്നാണ് അവർ കരുതുന്നതെന്ന് പറയുമ്പോൾ നബിയെ കബളിപ്പിക്കാമെന്ന് കരുതുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് അള്ളാഹുവെ കബളിപ്പിക്കാനാണ് എന്നാണ് ഈ വചനം വ്യക്തമാക്കുന്നത്. സർവജ്ഞനായ അള്ളാഹുവിനെ കബളിപ്പിക്കാമെന്ന് കരുതുന്നവർ യഥാർത്ഥത്തിൽ സ്വയം വഞ്ചിതരാവുകയാണ് ചെയ്യുന്നതെന്ന് പറയേണ്ടതില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും തങ്ങൾ വഞ്ചിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സ്വയം വഞ്ചിതരാകുന്നവർക്ക് തങ്ങളുടെ പതനം മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാക്കുവാൻ അവരുടെ കാപഢ്യം അവരെ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നതാവും ശരി. ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പരമ്പരാഗതമായി ഉണ്ടാവുന്നത്, പോഷകങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത്, അണുബാധ മൂലമുണ്ടാകുന്നത് എന്നിങ്ങനെ ശാരീരിക രോഗങ്ങൾ 4 തരമാണ്. പലതരം ആത്മീയ രോഗങ്ങളുമുണ്ട്. അടിസ്ഥാനപരമായി ആത്മീയ രോഗങ്ങളെ 2ആയി തിരിക്കാം. ഒന്ന്, പിശാചിൻ്റെ ദുർബോധനം വഴി ഉണ്ടാവുന്നത്. 2, പിശാചിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നത് മൂലമുണ്ടാവുന്നത്. ദുർബോധനങ്ങൾ വഴി മനുഷ്യ മനസ്സിലേക്ക് കടക്കാനാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഹൃദയത്തിന് പുറത്തെ കൂടിലാണ് അവൻ്റെ ദുർബോധനങ്ങൾ മുഴുവനും നടക്കുന്നത്. ഖൽബിന് പുറത്തെ സ്വദറാണ് പൈശാചിക ദുർബോധനങ്ങളുടെ കേന്ദ്രം. ആ ദുർബോധനങ്ങളിൽ പെട്ടുപോകുന്നത് വഴിയുണ്ടാവുന്ന പാപങ്ങളിൽ നിന്നാണ് 1ാമത്തെ തരം ആത്മീയ രോഗങ്ങൾ ഉണ്ടാവുന്നത്. പാപങ്ങളെ തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്യുന്നതോടെ അത്തരം രോഗങ്ങൾ സുഖപ്പെടും. സ്വദറിൽ നിന്ന് പിശാചിനെ ഓടിച്ച് ഖൽബിനെ ശുദ്ധീകരിക്കുകയാണ് തൗബയിലൂടെ വിശ്വാസി ചെയ്യുന്നതെന്ന് പറയാം. അതിനുള്ള മാർഗങ്ങളാണ് വെളിപാടുകളിലൂടെ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. പിശാചിന് ബോധപൂർവം തൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത് വഴിയാണ് 2ാമത്തെ തരം ആത്മീയ രോഗങ്ങൾ ഉണ്ടാവുന്നത്. തനിക്ക് വേണ്ടി തുറക്കപ്പെട്ട ഹൃദയത്തിൽ പിശാച് ആധിപത്യം സ്ഥാപിക്കുന്നതോടെ രോഗം ഹൃദയത്തിൻ്റെതാവും. പിന്നെ ഹൃദയത്തെ ഭരിക്കുന്നത് പിശാചാണ്. അപ്പോൾ മനസ്സിൻ്റെ ഫലം എപ്പോഴും പൈശാചികമായിരിക്കും. അതിൽ നിന്ന് പൈശാചികമായ ചിന്തകളും പ്രവർത്തനങ്ങളും മാത്രമേ പുറത്തു വരൂവെന്നർത്ഥം. കഠിനമായ കുഫറും നിഫാക്കുമെല്ലാം പിശാച് ഹൃദയത്തിൻ്റെ ആധിപത്യം നേടിയെടുക്കുമ്പോഴുണ്ടാവുന്നതാണ്. ഹൃദയം തുറന്ന് പിശാചിനെ പുറത്തേക്കെറിയാതെ പ്രസ്തുത രോഗങ്ങൾ ഭേദമാവുകയില്ല. അങ്ങനെ പുറത്തേക്കെറിയണമെങ്കിൽ കഠിനമായ പ്രയത്നം ആവശ്യമുണ്ട്. പിശാച് ഭരിക്കുന്ന ഹൃദയം പേറി നടക്കുന്നവർക്ക് അതിനെ പുറത്തേക്കെറിയണമെന്ന് തോന്നുകയില്ല. തങ്ങളുടെ രോഗം അവർക്ക് അലങ്കാരമായി അനുഭവപ്പെടൂ. കോശത്തിനകത്തെത്തുന്ന ഒരേയൊരു വൈറസ് കോശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് പെറ്റുപെരുകുന്നത് പോലെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടിയാൽ അവിടെ എത്തുന്ന പിശാച് തൻ്റെ കൂട്ടുകാരെയെല്ലാം വിളിച്ചു കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കാൻ തുടങ്ങും. ഹൃദയത്തിൻ്റെ രോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. പിശാചിന് ഹൃദയം തുറന്നു കൊടുത്തത് സ്വബോധത്തോടു കൂടി തന്നെ മുനാഫിക്കാണ്. അതുകൊണ്ടുണ്ടായതാണ് ഹൃദയത്തിൻ്റെ രോഗം. അങ്ങനെ രോഗമുള്ളവരുടെ ഹൃദയത്തിൽ പിശാചുക്കൾ കൂട്ടുകെട്ടണമെന്ന നിയമം അള്ളാഹുവിൻ്റേതാണ്. രോഗം വർദ്ധിക്കുന്നതിന് കാരണം അള്ളാഹുവിൻ്റെ ഈ നിയമവുമാണ്. കപടന്മാർ സ്വന്തം മനസ്സ് പിശാചിന് തുറന്നു കൊടുക്കുക വഴിയുണ്ടായ രോഗം വർദ്ധിപ്പിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത് എന്നർത്ഥം. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാപട്യ രോഗത്തിൽ നിന്ന് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും പുതിയ പുതിയ ശല്യങ്ങളാണ് മുസ്ലിം സമൂഹത്തിനുണ്ടായിക്കൊണ്ടിരിക്കുക. സ്ഥിരമാണ് ആ ശല്യം. രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണമാണത്. രോഗമുള്ളപ്പോൾ ഇന്ദ്രിയങ്ങൾ യഥാരൂപത്തിൽ പ്രവർത്തിക്കുകയില്ല. മധുരം കയ്പായും സുഗന്ധം ദുർഗന്ധമായും അനുഭവപ്പെടും. സത്യം അസത്യമായും
അസത്യം സത്യമായും നന്മ തിന്മയായും തിന്മ നന്മയായും മുനാഫിക്കുകൾക്ക് തോന്നുന്നതിന് കാരണം അവരുടെ ഹൃദയങ്ങളിലുള്ള കാപഢ്യ രോഗമാണ്. സത്യത്തിൻ്റെ സൗരഭ്യം ആസ്വദിക്കുവാനുള്ള ശേഷിയില്ലാതെയാകുമ്പോൾ ചതിയും വഞ്ചനയുമെല്ലാം അവർക്ക് ആസ്വാദ്യകരമായി തീരുന്നു. അവർ സ്വയം വരുത്തി തീർത്തതാണ് രോഗം. രോഗം വളർന്നുകൊണ്ടിരിക്കുക എന്നത് അതിനുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തെക്കുറിച്ച് അങ്ങനെ അവർ തെറ്റിയപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളഞ്ഞു. 61-ാം അധ്യായത്തിലെ 5-ാമത് സൂക്തം. ആ ഖുർആൻ പരാമർശം ഇതോട് ചേർത്ത് വായിക്കുക. തിന്മകളോടെയുള്ള അഴകുഴമ്പൻ സമീപനമാണ് കപടന്മാരെ രോഗികളാക്കിയത്. ഒരു സത്യവിശ്വാസി ഒരു തിന്മ ചെയ്താൽ അയാൾക്കൊരു പർവ്വതം തൻ്റെ മേലെ ആപതിക്കാൻ വരുന്നത് പോലെ തോന്നും. ഒരു മുനാഫിക്കിന് താൻ ഒരു തിന്മ ചെയ്താൽ അവൻ്റെ മൂക്കിൻ്റെ മേലെ ഒരു ഈച്ച ഇരുന്നത് പോലെ മാത്രമേ തോന്നുകയുള്ളൂ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ രോഗമുള്ളവരെന്ന് സത്യനിഷേധികളായ മുനാഫിക്കുകളെ പരിചയപ്പെടുത്തുന്ന ഈ വചനം അത്തരം രോഗങ്ങൾ ഹൃദയത്തെ ബാധിക്കാതിരിക്കുവാൻ ജാഗരൂകരായിരിക്കുവാനായി വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ബാഹ്യരോഗങ്ങളെക്കാൾ പ്രവാചകാനുചരന്മാരും മറ്റു മുൻഗാമികളുമെല്ലാം ശ്രദ്ധിച്ചിരുന്നത് തങ്ങളുടെ ഹൃദയങ്ങൾ രോഗബാധിതമാകാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു. തങ്ങളിൽ കാപഢ്യം കടന്നു വരുമോ എന്ന് മഹാന്മാരായ പല പ്രവാചകാനുചരന്മാരും ഭയപ്പെട്ടിരുന്നതായി പഠിപ്പിക്കുന്ന നിവേദനങ്ങളുണ്ട്. തങ്ങളിൽ കാപഢ്യം കടന്നു വരുമോ എന്ന് ഭയപ്പെട്ടിരുന്ന 70ഓളം പ്രവാചകാനുചരന്മാരെ താൻ കണ്ടിട്ടുണ്ടെന്ന് താബിഈയായ അഥവാ പ്രവാചകന് ശേഷമുള്ള 2ാം തലമുറയിൽപ്പെട്ട ഇബ്നു അബീ മുലൈക പറഞ്ഞതായി ബുഖാരി നിവേദനം ചെയ്യുന്നുണ്ട്. അവർ ആരും തന്നെ തങ്ങളുടെ ഈമാൻ ജിബ്രീലിൻ്റെ ഈമാൻ പോലെയാണെന്നോ മീകായിലിൻ്റെ ഈമാൻ പോലെയാണെന്നോ കരുതിയിരുന്നില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പ്രമാണങ്ങളെ പരിഗണിക്കാതെ സ്വന്തം താല്പര്യപ്രകാരം ജീവിക്കുന്നത് മൂലമാണോ പ്രധാനമായും മുസ്ലിങ്ങളിൽപ്പെട്ടവരുടെ മനസ്സ് രോഗാതുരമാകാൻ കാരണമാകുന്നതെന്ന് മുൻഗാമികളായ പല മഹത്തുക്കളും പറഞ്ഞതായി കാണാം. മുമ്പ് തിന്മയായി കണ്ടിരുന്നത് നന്മയായും നന്മയായി മനസ്സിലാക്കിയിരുന്നത് തിന്മയായും ആരെങ്കിലും കാണാൻ തുടങ്ങിയാൽ അയാൾ വഴികേടിൽപ്പെട്ടുവെന്ന് മനസ്സിലാക്കാം എന്ന് മറ്റുള്ളവരോട് പറയാതിരുന്ന മുനാഫിക്കുകളെക്കുറിച്ച് പല വിവരങ്ങളും പങ്കുവച്ചിരുന്ന പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാമുമാരായ ഹാക്കിം തൻ്റെ മുസ്തദ്റക്കിലും ബൈഹഖി തൻ്റെ സുനനുൽ കുബ്രയിലും ഇബ്നു അബീ ശൈബ തൻ്റെ മുസന്നഫിലുമെല്ലാം നിവേദനം ചെയ്തിട്ടുണ്ട്. തന്നിഷ്ടത്തിനനുസരിച്ച് മതപരമായ നിയമങ്ങൾ മാറ്റിപ്പറയുന്നതാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അഭിപ്രായങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റമല്ല ഇവിടെ വിവക്ഷ. സത്യവിശ്വാസികൾ അവരുടെ ഹൃദയങ്ങൾ രോഗമുക്തമാണെന്ന് ഉറപ്പുവരുത്തുകയും അതിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും വേണമെന്ന പാഠവും ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഹൃദയം നന്നായാൽ ഒരാൾ മുഴുവനും നന്നായി, അത് കേടായാൽ അയാൾ മുഴുവനും കേടായി എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനവും ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയം നിന്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയും മനസ്സിലാക്കി തരുന്നതും മറ്റൊന്നല്ല. മുനാഫിക്കുകൾ സമൂഹത്തിൽ മുസ്ലിങ്ങളെപ്പോലെ തന്നെ ജീവിക്കുന്നവരാണ്. നമസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും സത്യവിശ്വാസികളോടൊപ്പമാണെന്ന് ആണയിടുകയും ചെയ്യുന്നവർ. പുറമേയുള്ള അവരുടെ കർമ്മങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ നോക്കിയാൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടവരല്ല. എന്നാൽ അവർ കള്ളം പറയുന്നവരായതിനാൽ അവരെ കാത്തിരിക്കുന്നത് നോവേറിയ ശിക്ഷയാണ്. കാഫിറുകൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ കനത്ത ശിക്ഷ പരലോകത്ത് മാത്രം ലഭിക്കുന്നതാണ്. എന്നാൽ മുനാഫിക്കുകൾക്കുള്ള നോവേറിയ ശിക്ഷയ്ക്ക് അവർ മരണം വരെ കാത്തിരിക്കേണ്ടതില്ല. തങ്ങളുടെ ഹൃദയത്തിലുള്ള രോഗം വഴി അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവരതറിയുന്നില്ലെങ്കിലും. ആ ശിക്ഷ മരണാനന്തരം പൂർണ്ണാർത്ഥത്തിൽ തുടരുകയും ചെയ്യും. വിശ്വാസി സമൂഹത്തിന് കാഫിറുകൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ കഠിനമായതിനാൽ അവർ കഠിനമായി ശിക്ഷിക്കപ്പെടും. മുനാഫിക്കുകൾ ഉണ്ടാക്കുന്നത് വേദനയായതിനാൽ അവർക്കുള്ള ശിക്ഷ നോവേറിയതായിരിക്കും. 2 തരം ശിക്ഷകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.